അപ്പോൾ ഇന്നത്തെ വെയിറ്റ് 92.6 ആണ്. അവിടെ നിന്നാണ് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ തുടക്കം ഒരാഴ്ച ഒരു മാസമൊക്കെ 2 മീൽ കഴിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ മാങ്ങ ഉള്ളതുകൊണ്ട് മാങ്ങ വണ്ണം വെക്കുമെന്നാണ് പറയുന്നത്. സാധാരണ വെയിറ്റ് ലോസിനല്ല, വെയിറ്റ് ഗെയിനിനാണ് അത് ഹെൽപ്പ് ചെയ്യുക. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമുക്ക് ഒന്നോ രണ്ടോ ചെറിയ മാങ്ങയാണ്. അപ്പോൾ 1-2 മാങ്ങ കഴിച്ചിട്ട് ഇന്ന് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് വൈകുന്നേരം ഹെവി മീൽ കഴിക്കാം. ഒരു 4 മണി 5 മണി സമയത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മാങ്ങ കഴിക്കാം. സ്മൂത്തിയൊക്കെ ആക്കാം വേണമെങ്കിൽ. ഞാനിപ്പോൾ മാങ്ങയായിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ നോക്കാം. ചിലപ്പോഴേ കാണിക്കുള്ളൂ. ഇല്ലെങ്കിൽ 2 മീഡിയം സൈസ് മാങ്ങ കഴിച്ചു എന്ന് വിചാരിച്ചാൽ ഞാൻ വിശന്നിട്ട് ചോറും മരിച്ചിനിയും മീനും കുറച്ച് വളരെ കുറച്ചാണ്, പക്ഷേ കഴിച്ചു. അതുപോലെ അങ്ങനെയൊക്കെ കഴിക്കണോണ്ട് തന്നെ എനിക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും കഴിക്കണം. വളരെ കുറച്ച് കഴിച്ചാൽ മതി. സാധാരണ ഒരു 2-3 വയസ്സുള്ള പിള്ളേർ ഫുഡിൻ്റെ അത്രയും കഴിച്ചാലും മതി. പക്ഷെ എനിക്ക് ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കണം. അതാണ് എൻ്റെ ഒരു ശീലം. അപ്പോൾ അതുകൊണ്ട് പാട്ടെന്തോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കണം ഒരു വർക്കൗട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ഏത് വർക്കൗട്ടെന്ന് നോക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ അത് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ എന്തായാലും എൻ്റെ വെയിറ്റ് നോക്കിയിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഡിഫറൻസ് എന്ന് നോക്കും. എന്നിട്ട് കുറയണുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാം. സത്യം പറയാൻ രാവിലത്തെ വെയിറ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എക്സസൈസ് തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റായി. വെയിറ്റ് നോക്കാൻ മറന്നുപോയി. ഒന്ന് നോക്കിയിട്ട് തുടങ്ങാം. അതായത് ഒരു 10 ഡേയ്സ് കഴിഞ്ഞ് എത്ര വെയിറ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, എത്ര കുറഞ്ഞു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് വെയിറ്റ് നോക്കിയിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഒരു 5 മിനിറ്റ്സേ ചെയ്തിട്ടുള്ളൂ വർക്കൗട്ട്. ഇന്നാണ് തുടങ്ങിയത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് വെയിറ്റ് കാണിച്ചു തരാം. വീഡിയോയിൽ കണ്ടാന്ന് അറിഞ്ഞുകൂടാ, അത് പെട്ടെന്ന് മാഞ്ഞു പോകും. അത് ഡിജിറ്റലായിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും അത് കാണിച്ചത് 91.5 ആണ്. ആക്ച്വലി രാവിലെ നോക്കിയപ്പോൾ 92 സംതിങ് അങ്ങോട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഈ 91.5 നിന്ന് നമുക്കിനി കുറച്ച് തുടങ്ങാം. അല്ലെങ്കിൽ 92 സംതിങ്. അത് രാവിലത്തെ വെയിറ്റ് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യും. ഫുള്ളായിട്ട് ഈ വീഡിയോ ഞാൻ ഇടൂല. എന്നാലും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരു 10 ദിവസം കൂടുമ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് പോലെ തന്നേക്കാം. അപ്പോൾ ഞാൻ വേണമെങ്കിൽ വീഡിയോ വെയിറ്റ് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ഇതും കൂടെ ചേർത്തിടാം, ഈ വീഡിയോയും കൂടെ ചേർത്ത്. അപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് ഏത് എക്സസൈസാണ് ചെയ്തത് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 3 കിലോ കുറഞ്ഞാൽ പോലും അസറ്റാണ്. 92 സംതിങ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഒരു താഴെ 80 സംതിങ്ങിലോട്ട് എത്തിയാൽ തന്നെ എനിക്കത് ഭയങ്കര വലിയ കാര്യമാണ്. അതിൽ നിന്ന് പതിയെ 85, 80, 75, 70 അങ്ങനെ ഒരു 60 വരെയെങ്കിലും കൊണ്ടെത്തിക്കണം. അപ്പോൾ അത് എനിക്ക് വലിയ കാര്യമാണ്. വെയിറ്റ് കുറച്ചെങ്കിലും കുറയുക എന്നുള്ളത്. ശരീരം അനങ്ങാതെ വെയിറ്റ് കുറയാൻ പാടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. പനി ചെറുതായിട്ടുണ്ടായിരുന്നു, ജലദോഷം വന്നിട്ട് ചെറിയ ചൂടുണ്ടായിരുന്നു, അത് മാറി. തലവേദനയും ചെറുതായിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയത് പോലും ഇല്ല. എന്നിട്ടും ഇനി ഇരുന്നാൽ ശരിയാവില്ല എന്ന് കരുതി ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുവിധം മാറി വന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാം. 92.1 അതാണ് വെയിറ്റ്. 9 മിനിറ്റാണ് വർക്കൗട്ട് ചെയ്ത. ഇതാണ് അവസ്ഥ. ഇത് എല്ലാവർക്കും ഈ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടാണെന്നാണ് തോന്നണം. എന്തായാലും ഞാൻ ഒന്ന് പിടിച്ചു നോക്കിയിട്ടുണ്ട്. വെയിറ്റ് ലോസ് ആയ വലിയ ഉപകാരം. നല്ല വേർക്കണുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത്രയും വേർത്തു. ഇനി ഒരു 5-10 മിനിറ്റ് ഉണ്ട് വർക്കൗട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ തളർന്നു. ഇനി എന്തായാലും റെസ്റ്റ് എടുത്താണ് ചെയ്യണം. ഒരുമിച്ച് ചെയ്യാൻ പറ്റൂല. അങ്ങനെ അതിന് ഞാൻ ട്രൈ ചെയ്യണമില്ല. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് തന്നെയാണ് ചെയ്യണം. ഒരു 2 വർക്കൗട്ട് കഴിയുമ്പോൾ അതായത് 1 മിനിറ്റ് വർക്കൗട്ട് ചെയ്ത് 5 മിനിറ്റ് റെസ്റ്റ്, ഏകദേശം അങ്ങനെ പറയാം. അല്ലെങ്കിൽ 5 മിനിറ്റ് വർക്കൗട്ട് 10 മിനിറ്റ് റെസ്റ്റ്. ആ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യണം. കുഴപ്പമില്ല, പതിയെ മതി. വണ്ണം കുറയണമെന്നേ ഉള്ളൂ.
അപ്പോൾ അത്രയേ ഉള്ളൂ. 16 മിനിറ്റുള്ള വർക്കൗട്ടായിരുന്നു. ഞാൻ 10 മിനിറ്റ് ചെയ്ത് നിർത്തി. കാരണം ബാക്കി ഇങ്ങനെ സ്ക്വാഡ്സ് അല്ല, ഇങ്ങനെ കൈ പുഷപ്പ് പോലെ ഉണ്ടല്ലോ, കൈ കുത്തി വെച്ചിട്ട് തറയിലോ കട്ടിലോ മാറ്റിലോ ഒക്കെ നിന്ന് ചെയ്യാനുള്ളതാണ്. അത് എന്നെ കൊണ്ട് പറ്റൂല. കാരണം എൻ്റെ വലത്തെ കൈക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. വെയിറ്റ് ഇങ്ങനെ കുത്തി നിർത്താൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ യോഗ ചെയ്തപ്പോഴേ അത് ശ്രദ്ധിച്ചതാണ്. യോഗ ഇപ്പോൾ ചെയ്തതല്ല, കുറച്ച് നാൾ മുമ്പ് ഒരു ഓൺലൈൻ കോഴ്സ് എടുത്ത്. അത് വെയിറ്റ് ഒന്നും കുറഞ്ഞില്ല, ജസ്റ്റ് കുറച്ച് ദിവസം ചെയ്തുള്ളൂ, 10-20 ദിവസം. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ഒരു 5-6 വർക്കൗട്ട് ഞാൻ അതങ്ങ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഡേ അല്ലേ, ഇത്രയും മതി. വേണമെങ്കിൽ നാളെ തൊട്ട് ഇവരുടെ തന്നെ വർക്കൗട്ടിൻ്റെ വേറെ ചെയ്യാമല്ലോ നമുക്ക്. ഇങ്ങനെ കൈ കുത്തി നിർത്താത്ത വേറെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ചെയ്ത സെറ്റ് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് 10 മിനിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് 10 മിനിറ്റ് ചെയ്തുള്ളൂ. പക്ഷെ നല്ല വേർത്തിട്ടുണ്ട്. ഇന്നിനി ഞാൻ വിചാരിക്കണ ഒന്നും കഴിക്കണ്ട, ഫുഡൊന്നും അധികം കഴിക്കണ്ട. മാങ്ങ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ മാങ്ങയോ ചക്കയോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ച് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ മാംഗോ ചിയ സീഡ് പുഡിംഗ് ഉണ്ട്, അതുണ്ടാക്കി കഴിക്കാം. അല്ലാണ്ട് ചുമയൊന്നും ശരിക്കും മാറിയില്ല. ഞാൻ പിന്നെ വർക്കൗട്ട് ഒരു ഇൻസ്പിറേഷനായിട്ട് ചെയ്തതേ ഉള്ളൂ. എൻ്റെ ചലഞ്ച് ഞാൻ എൻ്റെ ഒരു ബോർഡ് എടുത്ത് വെച്ചിട്ട് അതിലൊരു വിഷൻ പോലെ എഴുതി വെച്ചിട്ടുണ്ട്, വിഷൻ ബോർഡ് പോലെ. വേറെ വിഷനൊക്കെ പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, 1 വർഷത്തേക്കും 2 വർഷത്തേക്കും ഒക്കെ ഉള്ളത്. ഇതിപ്പോൾ ചെറുതായിട്ട് പെട്ടെന്ന് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ അത് കാണിച്ചു തരാം. അപ്പോൾ മേലെ കഴുകണം. അതിനു മുമ്പ് ഒരു സീരിയലുണ്ട്, അത് പോയി കണ്ടിട്ട് വരാം, മഴ തോരും മുൻപേ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ 7:10 ആവാറായി. അപ്പോൾ ഞാൻ ആ സീരിയൽ കണ്ടിട്ട് വന്ന് മേലെ കഴുകി ഫ്രഷ് ആയിട്ട് പിന്നെ താഴെ പോയി ചിയ സീഡ് പുഡിങ്ങോ മാങ്ങ പീസായിട്ട് അരിഞ്ഞ് കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. മാങ്ങ കഴിക്കണ വണ്ണം വെക്കുമെന്നാണ് എൻ്റെ അറിവ്, പഴുത്ത മാങ്ങ. എന്നാലും സാരമില്ല, മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ കഴിക്കും. എനിക്കിഷ്ടമുള്ള ഫുഡ് വീട്ടിൽ വെച്ചിട്ട് കഴിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതെത്ര വണ്ണമെന്ന് പറഞ്ഞാലും എത്ര എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. പക്ഷേ ഫുഡ് എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഒഴിവാക്കാൻ കുറച്ച് പാടാണ്. 5 kg കുറയ്ക്കാൻ 92 87 ആക്കുക. കാം മൈൻഡ് വിത്ത് യോഗ. അത് ഭയങ്കര വർക്കൗട്ട് യോഗ പോലെ ഒന്നും ചെയ്യണില്ല. തൽക്കാലം എന്താണ് ഇങ്ങനെ ചെറിയ പ്രാണായാമം അങ്ങനെയൊക്കെ ഉള്ളതാണ്. ടാരോ റീഡിങ് പഠിക്കുക എന്നുള്ളത് ഒരു കോഴ്സാണ്, അതെടുക്കണം. സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടി പപ്പായയൊക്കെ മുഖത്തിടുക. ക്രീം കാര്യങ്ങളൊന്നുമില്ല, നാച്ചുറലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അടുക്കളയിൽ ഉച്ചയ്ക്ക് ജോലി ഇന്ന് എൻ്റെ വകയായിരുന്നു. അതായത് അമ്മയെ സഹായിച്ചു കൊടുത്താൽ മതി, കൂടുതലും നമ്മൾ ചെയ്യണം. അമ്മ നമ്മൾ ചെറുതായിട്ടൊക്കെ സഹായിക്കും. എന്നിട്ട് കുറച്ച് നേരം വന്ന് റെസ്റ്റ് എടുത്തിട്ടാണോ, സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങണമല്ല, ഇന്നിപ്പോൾ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി, വയ്യായിരുന്നല്ലോ. ഇടയ്ക്ക് ഉറങ്ങാതെ ഇരിക്കും. അപ്പോൾ എന്നിട്ട് പോയി കഴിച്ചു. എന്നിട്ട് ഇപ്പോൾ വർക്കൗട്ട് ചെയ്തു. ഇപ്പോൾ കുളിച്ചു. ഇനി പോയി പാത്രം കഴുകാറുണ്ട്. രാത്രി പുട്ടൊക്കെ കാണും രാവിലത്തെ. ആരും കഴിച്ചൊന്നുമില്ല, ഞാനൊന്നും കഴിച്ചില്ല. അപ്പോൾ അതൊക്കെ അവിടെ കാണും. അപ്പോൾ ഇനി രാത്രി ഫുഡൊന്നും ഉണ്ടാക്കണ്ട, അധികം രാവിലത്തെ എടുത്താൽ മതി. അപ്പോൾ മാംഗോ ചിയ സീഡ് പുഡിംഗ് ആയിരിക്കും ഞാൻ കഴിക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഒരു മുട്ടയും കൂടി പുഴുങ്ങി കഴിക്കാം, അത്രയും മതി. എന്നിട്ട് ടാരോ റീഡിംഗ് ഒക്കെ കണ്ട്, ടാരോ റീഡിംഗ് എന്തെങ്കിലും കോഴ്സ് ചെറുതായിട്ട് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കും. ഇന്ന് പോയിട്ട് പാത്രം കഴുകാറുണ്ട്. ഇനി അത് മാത്രമേ ഉള്ളൂ ജോലി. അപ്പോൾ ശരി, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. മിക്കവാറും ചിലപ്പോൾ മാംഗോ ചിയ സീഡ് പുഡിംഗ് ഞാൻ ഒന്ന് കാണിച്ചു തരും നിങ്ങൾക്ക്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, ചിയ സീഡ് വെള്ളത്തിൽ ഇടുക, കുതിർത്തെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് കുതിർന്ന് വരും. പാലിൽ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക. നല്ല മധുരമുള്ള മാങ്ങയാണ് എടുക്കണമെങ്കിൽ ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കുറച്ച് പാലിൽ മാങ്ങ അടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ അങ്ങനെ അടിക്കണമെന്നില്ല. പാലിൽ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിയ സീഡ് ഇടുക, ഈ പാലൊഴിക്കുക, മാങ്ങയുടെ പീസുകൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക, കഴിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അത്രയേ ഉള്ളൂ. പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പോയി പാത്രമൊക്കെ കഴുകിയിട്ട് വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് കഴിക്കാൻ തോന്നി. ഇപ്പോൾ 8:20 അതുകൊണ്ട് ഞാൻ ഒരു പകുതി പുട്ടും രാവിലത്തെ കടലക്കറിയും പിന്നെ ഒരു പ്രോട്ടീന് വേണ്ടി കുറച്ച് മുട്ട പുഴുങ്ങിയതും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ഗ്ലാസ് കട്ടൻ ചായയും ഞാൻ കാണിച്ചു തരാം. കഴിക്കേണ്ട ഒരു മുട്ട പുഴുങ്ങിയതും ചിയ സീഡ് മാംഗോ പുഡിങ്ങും കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ പിന്നെ വർക്കൗട്ടൊക്കെ ചെയ്തതല്ലേ, കുറച്ച് കഴിച്ചേക്കാം. നമുക്ക് ലൈറ്റായിട്ട് ഉണങ്ങിയാലും മതിയല്ലോ, പതിയെ ഉണങ്ങിയാൽ മതിയല്ലോ. അതുകൊണ്ട് കഴിക്കാൻ വിചാരിച്ചു. കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതങ്ങ് കഴിക്കാം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇന്നലെ ചോക്ലേറ്റൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വർക്കൗട്ടും അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഡയറ്റ് ഇതും ഞാൻ കാണിക്കുന്നുണ്ട്. അൺഹെൽത്തി ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഹെൽത്തി ആയിട്ടും കഴിക്കണം, ഹെൽത്തി ആയിട്ട് വർക്കൗട്ട് ചെയ്യണം, എല്ലാം ചെയ്യണം.
ഞാൻ ഭയങ്കര അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല. ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കാറില്ല, വീട്ടിലെ ഫുഡാണ് കഴിക്കാറ്. എന്നാൽ പോലും അൺഹെൽത്തി ലൈഫ് സ്റ്റൈലായിരുന്നു. ഇപ്പോൾ ഹെൽത്തിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഇടുന്നുണ്ട് വീഡിയോ ആയിട്ട്. അതൊരു മോട്ടിവേഷനായിട്ട് എടുത്ത് എല്ലാവരും പറ്റുമെന്നുള്ളവരൊക്കെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് മാറുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു. അപ്പോൾ ഇതൊരു പകുതി പുട്ടുണ്ട്, ഇത്രയും പുട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ അത് ഒരു മുട്ട പുഴുങ്ങിയത്, കടല. ഇതൊരു കുഞ്ഞി കപ്പാണ്, സാധാരണ ചായ കുടിക്കുന്ന കപ്പിൻ്റെ 1/2 കപ്പ് വരെ ഉള്ളൂ. ലൈറ്റായിട്ട് മധുരം ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി പാട്ട് എന്തെങ്കിലും കേട്ടുകൊണ്ട് ഇത് കഴിക്കും. പിന്നെ ടാരോ റീഡിങ്ങും അതും ഇതുമൊക്കെ കാണും. പിന്നെ ചിയ സീഡ് മാംഗോ പുഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ പറ്റുമെങ്കിൽ എടുത്ത് അതും കൂടെ ചേർത്ത് ഈ വീഡിയോ ഫിനിഷ് ചെയ്യാം. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, അത്രയേ ഉള്ളൂ. അപ്പോൾ മാംഗോ ചിയ സീഡ് പുഡിംഗ് ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ പാല് തണുപ്പിക്കുക, കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യുക, ആവശ്യത്തിന് മധുരം, ചിയ സീഡ് വെള്ളത്തിയിട്ട് കുതിർത്തെടുക്കുക, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക, മാങ്ങ അരിഞ്ഞിടുക, കഴിക്കുക. മാങ്ങയും കൂടി ഫ്രിഡ്ജിൽ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ അതിനും ഒരു തണുപ്പ് കിട്ടും. ഈ തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ സംഭവം കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ടാരോ റീഡിങ് എല്ലാവർക്കും ഒന്നും വിശ്വാസം ഉണ്ടാവില്ല, അതൊരു ജ്യോതിഷം പോലെയാണ്. എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട്, സ്പിരിച്വൽ ആയതുകൊണ്ട് ഞാൻ കാണുന്നുണ്ടെന്നേ ഉള്ളൂ. ഹിന്ദിയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഹിന്ദി ടാരോ റീഡിങ് കുറച്ച് വന്നിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്, യൂട്യൂബ് ചാനലിൽ വന്നേക്കണേണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. സുഖമായിട്ട് ഇത് ചിയ സീഡ് പുഡിങ് കഴിക്കണം, കിടന്നുറങ്ങണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും കേട്ടറാമയോ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും കുറച്ച് നേരം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ പുഡിങ് കൂടെ കാണിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തേക്കണം പ്ലീസ്, അത്രയേ ഉള്ളൂ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ഇന്ന് വൈകുന്നേരം എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ വെയിറ്റ് 72.1 ആയിരുന്നു. കറക്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 71.5 ഒക്കെ കാണിച്ചു. 71 അല്ല, 92.1 ആയിരുന്നു എൻ്റെ വെയിറ്റ്. അപ്പോൾ നാളെ രാവിലെ എത്രയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇനിയൊരു 10-15 ദിവസം ഈ വർക്കൗട്ട് എന്തായാലും ഞാൻ ഫോളോ ചെയ്യും. എന്നിട്ട് എത്ര വെയിറ്റ് ലോസ് ഉണ്ടായി നോക്കിയിട്ട് അടുത്ത പുതിയ വർക്കൗട്ട് ചെയ്യണോ, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണോ, പുതിയ ഡയറ്റ് ചെയ്യണോ, എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും. അതാ പാല്, പഞ്ചസാര, ചിയ സീഡ്, മാങ്ങ. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചുമയൊക്കെ മാറി വരുന്നേ ഉള്ളൂ, എന്നാലും ഞാൻ കഴിക്കുവാണ്. മാങ്ങ എല്ലാം കൂടി ചേരുമ്പോഴാണ് ആ ടേസ്റ്റ്. അപ്പോൾ മാങ്ങയുള്ളവരൊന്ന് ഉണ്ടാക്കി നോക്കുക. സത്യം പറഞ്ഞാൽ ചവ്വരിയും പാലും ഒക്കെ ഇട്ട് ഞാൻ അതുണ്ടാക്കി നോക്കി. എന്താ മാംഗോ സാഗോ എന്നൊക്കെ പറയുമല്ലോ, അതിൽ മാങ്ങ ഇട്ടില്ല. അതിന് മുന്നേ തണുപ്പിച്ചൊക്കെ ഒന്ന് കഴിച്ചു നോക്കി, എനിക്ക് ഒട്ടും അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിനേക്കാൾ ഒരു പകുതി ഇരട്ടി ഇത് ടേസ്റ്റ് ഇതിനുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ. വേറൊരു വീഡിയോയിൽ കാണാൻ.